ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. നിതിൻ ഗഡ്കരി BJPയുടെ മുൻ അധ്യക്ഷനാണ്, അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മോദി മന്ത്രിസഭയിലെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുമാണ്. അദ്ദേഹം നമുക്ക് മലയാളികൾക്ക് ഒരു പണക്കപ്പൽ നൽകിയിരിക്കുന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് തരുന്നത്. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കുന്ന ആ വാർത്ത മലയാള മനോരമയും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കൊച്ചി കപ്പൽശാലയ്ക്ക് 3200 കോടി രൂപയുടെ പദ്ധതികളാണ് നിതിൻ ഗഡ്കരി ദില്ലിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ മലയാള മനോരമ തരുന്നത് കാണുക. പ്രകൃതിവാതകം കൊണ്ടുപോകുന്ന കപ്പൽ നിർമ്മിക്കാൻ 1500 കോടി രൂപ, ഇത്തരം കപ്പൽ നിർമ്മിക്കാനുള്ള സൗകര്യമൊരുക്കാൻ 1200 കോടി രൂപ. കൊച്ചിയിൽ മണ്ണുമാന്തി കപ്പലും നിർമ്മിക്കും. ആദ്യത്തേതിന് 500 കോടി രൂപ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. തോമസ് ഡൊമിനിക്ക് ആശാവഹമായ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം തരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ 3200 കോടി രൂപയുടെ വികസന നിർമ്മാണ പദ്ധതികൾ കേന്ദ്ര കപ്പൽ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനകം രാജ്യത്തെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പദ്ധതി തയ്യാറാക്കും. കൊച്ചി മുതൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരെയും ബംഗാളിലെ ഹൽദിയ മുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വരെയുമുള്ള ജലപാതകൾ അടിയന്തര പ്രാധാന്യത്തോടെ വികസിപ്പിക്കും. ഇതേസമയം ടോൾ പിരിക്കാതെ റോഡ് വികസനം അസാധ്യമാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ മനോഭാവം മാറാതെ കേരളത്തിൽ റോഡുകൾ ഉണ്ടാവില്ലെന്നും ഗഡ്കരി തുറന്നടിച്ചു. 2 വർഷത്തിനകം പ്രതിദിനം 30 കിലോമീറ്റർ ദേശീയപാത നിർമ്മിച്ച് തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. 30 കിലോമീറ്റർ ദേശീയപാത ഓരോ ദിവസവും ദേശീയപാത നിർമ്മിക്കുകയാണ്. അതിനകത്ത് കേരളത്തിൻ്റെ പങ്കെന്ത്? പങ്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നതാണ്. കേരളത്തിനത് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ടോളില്ലെങ്കിൽ റോഡില്ല എന്ന നിലപാട് ഗതാഗത മന്ത്രി എടുത്തിരിക്കുന്നു എന്ന വാർത്തയും ഈ വാർത്തയ്ക്കൊപ്പം മലയാള മനോരമ നമുക്ക് തന്നിട്ടുണ്ട്. കതിരൂരിലെ മനോജ് വധം, ആ മനോജ് വധവുമായി ബന്ധിപ്പിച്ച് ഒരു വാർത്ത നമ്മെ തേടിയെത്തുന്നു. ജന്മഭൂമിയാകട്ടെ അത് 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് എത്തിച്ചു തരുന്നു. CPMലെ ഉന്നതൻ ഇതിൽ പ്രതിയാകും എന്ന് നിരീക്ഷിക്കുന്നു. ജന്മഭൂമി പറയുമ്പോൾ അതങ്ങനെ തള്ളിക്കളയാനാകില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാരത്തിൻ്റെ മുഖപത്രമാണ് ജന്മഭൂമി. അപ്രകാരം ഒരു സാഹചര്യത്തിൽ ജന്മഭൂമി ഈ കാര്യത്തിലെടുക്കുന്ന നിലപാടിന് പ്രത്യേക പ്രസക്തിയുണ്ട്. കാണുക. മനോജ് വധം ചപ്രപ്രകാശൻ അറസ്റ്റിൽ, CPM ഉന്നതൻ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നു എന്നാണ് ജന്മഭൂമി നിരീക്ഷിക്കുന്നത്. ആ വാർത്ത ഇപ്രകാരമാണ്. RSS ജില്ലാ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് കതിരൂർ മനോജ് വധവുമായി ബന്ധപ്പെട്ട് പ്രമുഖ CPM നേതാവ് അറസ്റ്റിൽ. പാട്ടിയം ലോക്കൽ കമ്മിറ്റി അംഗവും പാട്ടിയം സോഷ്യൽ സർവീസ് ആയുർവേദ ഫാക്ടറി പ്രസിഡന്റും ജില്ലയിലെ ഉന്നത നേതാവിൻ്റെ വിശ്വസ്തനുമായ കതിരൂർ ബ്രഹ്മാവ് മുക്കിലെ ചപ്രപ്രകാശൻ എന്ന ചന്ദ്രോത്ത് പ്രകാശനാണ് അറസ്റ്റിലായത്. കൂടാതെ മറ്റ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. അതിനിടെ ജില്ലയിലെ ഉന്നത CPM നേതാവ് പ്രതിപ്പട്ടികയിലെത്തുമെന്ന് ഉറപ്പായി. ഇതോടെ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച CPM കേന്ദ്ര നേതൃത്വം പ്രതിരോധത്തിലാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് വമ്പിച്ച ആഘോഷമോദത്തോടെ ജന്മഭൂമി ഇതുമായി തരുന്ന വാർത്തയിൽ നമ്മോട് പറയുന്നത്. ഇതിനിടെ മലയാള മനോരമയും ഈ വാർത്തയ്ക്ക് ഒരു അനുബന്ധ വാർത്ത തന്നിരിക്കുന്നു. VS കണ്ണൂരിലേക്ക് പോവുകയാണിന്ന്. VS അച്യുതാനന്ദൻ വിവാദ നായകനാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുമ്പോൾ അത് വാർത്തയാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. VS വീണ്ടും കണ്ണൂരിലേക്ക്. ആശങ്കയോടെ ജില്ലാ നേതൃത്വം. വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിലേക്ക് VS അച്യുതാനന്ദൻ ഒരു പാർട്ടി പരിപാടിയുമായി പോകുമ്പോൾ ആ സമയത്താണ് മനോജ് വധം സംജാതമായിരിക്കുന്നത്. മനോജ് വധക്കേസിൽ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്തയാളാണ് VS അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുമ്പോൾ അത് വാർത്തയാകുന്നു. കാണുക. VS വീണ്ടും കണ്ണൂരിലേക്ക്. ആശങ്കയോടെ ജില്ലാ നേതൃത്വം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കണ്ണൂരിലെത്തുമ്പോൾ CPM ജില്ലാ നേതൃത്വം കടുത്ത ആശങ്കയിൽ. VS പൂർണ്ണമായും പാർട്ടിക്ക് വഴങ്ങിയെന്ന പ്രതീതി നിലനിൽക്കുന്നുണ്ടെങ്കിലും മനോജ് വധക്കേസിൽ അദ്ദേഹം പുലർത്തുന്ന
വിഭിന്ന നിലപാടുകളാണ് ജില്ലാ നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. TP വധക്കേസിൽ VSന്റെ പ്രസ്താവനകൾ പാർട്ടിക്കുണ്ടാക്കിയ ദോഷം കണ്ണൂർ ലോബിയുടെ കൺമുന്നിലുണ്ട്. CPM ആറളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനാണ് 18-ാം തീയതി VS കണ്ണൂരിലെത്തുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് VS ജില്ലയിൽ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 18-ാം തീയതിയാണ് അദ്ദേഹം കണ്ണൂരിലെത്തുന്നത്. ഇന്ന് 16ആണ്, ക്ഷമിക്കണം, ഇന്നല്ല അദ്ദേഹം എത്തുന്നത്, 18-ാം തീയതി എത്തുന്നു. അതിൻ്റെ വാർത്താ പ്രാധാന്യം 16-ാം തീയതി മുതൽ തന്നെ മനോരമ ആഘോഷിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതേ സംബന്ധിച്ച വാർത്തയിൽ മനോരമ നമ്മോട് പറയുന്നത്.